എങ്ങനെ ഈ കൊച്ചിനെ നിങ്ങൾ തിരിച്ചറിയും? 12-ാമത്തെ വാക്യം അതാണ്, ഇതായിരിക്കും നിങ്ങളുടെ അടയാളം, വെള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. അടയാളം എന്താണ്? നിങ്ങൾ നോക്കുമ്പോ അവൻ നല്ല പട്ടുമത്തെ കിടക്കായിരിക്കില്ല, പുൽത്തൊട്ടിയിൽ സമാധാനത്തോടെ കിടക്കുന്ന ഒരു കുഞ്ഞിനെ നിങ്ങൾ കണ്ടാൽ ഉറപ്പിച്ചോണം അത് യേശുവാണ്. നമ്മൾ എങ്ങനെ യേശു ആണെന്നറിയാമോ? നമുക്ക് എന്ന് പരാതിയില്ലാതെ ഏത് സാഹചര്യത്തെ നേരിടാൻ നമുക്കൊരു കൃപ കിട്ടുന്നോ അന്ന് നമ്മളിൽ കർത്താവ് ജനിച്ചു എന്ന് ഉറപ്പിച്ചോണം. നമ്മൾ ഈ പരാതിയുടെ പാണ്ടക്കെട്ടുമായിട്ട് അസ്വസ്ഥരായിട്ട് കഴിയുമ്പോഴൊക്കെ നമ്മൾ യേശുവിന്റെ സ്വഭാവമല്ല, പിശാചിന്റെ സ്വഭാവമാണ്. അവൻ ഉണ്ടായിരുന്ന സ്ഥാനം അവന് മതിയാവാതെ ദൈവത്തെ പോലെ ആവാൻ ആഗ്രഹിച്ച് താഴേക്ക് പോയ ആളാണ് പിശാച്. ദൈവത്തിന്റെ സ്വഭാവം എന്താണ്? അവൻ ഉണ്ടായിരുന്നത് പോലും വേണ്ടാന്ന് വെച്ചിട്ട് അവൻ ദാസന്റെ രൂപം സ്വീകരിച്ച ആളാണ്. മനോഹരമായൊരു വാക്യം ഞാൻ വായിക്കാം. ഫിലിപ്പി ലേഖനത്തില് പൗലോസ്ലീഹ മനോഹരമായൊരു കാര്യം വെളിപ്പെടുത്തുന്നുണ്ട്. 11-ാമത്തെ വാക്യം, ഫിലിപ്പി 4:11 കേട്ടാ മതി. ഫിലിപ്പി 4:11 വചനം പറയുകയാണ്, എനിക്ക് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്, കാരണം ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ന്ന നിലയിൽ ജീവിക്കാൻ എനിക്കറിയാം, സമൃദ്ധിയിൽ ജീവിക്കാനും ഏത് സാഹചര്യത്തിലും ജീവിക്കാനും എനിക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട്. അതെ, സുഭിക്ഷത്തിലും ദുർഭിക്ഷത്തിലും സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലുമെല്ലാം എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും.